പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. തൻ്റെ തങ്കച്ചിറകടി മറിച്ച് സൂക്ഷിക്കട്ടെ. ഇന്നത്തെ മനപ്പാഠവാക്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, എത്ര മഹത്വമേറിയൊരു വാഗ്ദത്തം! നാം ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ആമേൻ. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി എന്താ? ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധയാണ്. ഹല്ലേലൂയ. ആ ശക്തിയാൽ നമ്മുടെ കർത്താവ് മഹത്വമേറിയത് ചെയ്യും. ആമേൻ. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിൽ പൗലോസ് എഫേസ്യർ 3:14 വായിക്കുമ്പം, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ മുമ്പിൽ താൻ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആ പിതാവ് തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തുവാണ്. ആ പിതാവിൻ്റെ ആത്മാവിനാൽ നമ്മൾ ഓരോരുത്തരും അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെട്ടു വരണമെന്ന്. മാത്രമല്ല, ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങൾ വസിക്കണം. അതിന് നമ്മൾ വരം പ്രാപിച്ചു വരാണ്. ആമേൻ. അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തീർന്നിട്ട് ആ ദൈവസ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുന്നവരായി തീരണം. എന്നിട്ട് പറയുകയാണ്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയാൻ പ്രാപ്തരാകണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ പ്രാവർത്തികമാക്കപ്പെട്ട ക്രൂശിൽ ക്രിസ്തു പ്രാണനെ തന്ന ആ പ്രവൃത്തിയുണ്ടല്ലോ, അതിനെ കവിയുന്ന ആ ദൈവസ്നേഹം നമ്മളെ കേവലം അറിയില്ല, അത് നമ്മുടെ കേവലം കാണുകയില്ല, അതിനപ്പുറം അതിൻ്റെ ആഴം അതിന് അത്യന്തം വലുതാണ്. ആ സ്നേഹത്തെ അറിയാനുള്ള പ്രാപ്തി നമുക്ക് വേണം. അങ്ങനെ അതറിഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ വീതി നീളോ ആഴോ ഉയരം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരും. അങ്ങനെ വരികയും വേണമെന്ന്. അങ്ങനെയെങ്കിൽ മനസ്സിലായല്ലോ. പറയാം, നാം ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കർത്താവ് ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവർ, ദൈവസ്നേഹം എങ്ങനെയാണ് നമ്മിൽ വരുന്നത്? തൻ്റെ പരിശുദ്ധയാത്മാവിനാൽ. ആ പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് നമ്മിൽ വരുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ മഹത്വമേറിയ നിക്ഷേപം നമ്മളിലുണ്ടാകും. ആ സ്നേഹത്താൽ കവിയുന്നവൻ്റെ ജീവിതത്തിൽ ഒന്നും അസാധ്യമാകത്തില്ല. ആമേൻ. ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായ നന്മയെ നമുക്ക് കിട്ടത്തുള്ളൂ. ആകയാൽ നമുക്ക് കൊതിക്കാം ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ. അവനാൽ നമ്മുടെ ഉള്ളിൽ പകർന്ന ദൈവസ്നേഹത്തിൻ്റെ അളവില്ലാത്ത പകർച്ചയാൽ നിറയുവാൻ. അതിന് ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തമായി ശക്തീകരിച്ച് നിറച്ച് കാലം മഹത്വീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, മഹാത്ഭുതമാക്കട്ടെ, അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ വാക്യം മനപ്പാഠമാക്കാൻ മറക്കല്ലേ. ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും ആത്മാവിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരമാണ് നമ്മളെ ക്രിസ്തുവിൻ്റെ സാക്ഷിയാക്കുന്നത്. ആത്മാവിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരമാണ് യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചത്. ആ വ്യാപാരമാണ് നമ്മുടെ മർത്യശരീരത്തെ ജീവിപ്പിക്കുന്നത്. സാധ്യതകൾ അനന്തമാണ്. ആകയാൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അളവില്ലാത്ത പകർച്ചയ്ക്കായും തന്മൂലം ദൈവസ്നേഹത്തിൻ്റെ വമ്പനാഴങ്ങളുടെ നിറവിനായും നമുക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവ് കൃപയിൽ സൂക്ഷിക്കട്ടെ. ആമേൻ, ആമേൻ.